കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റിലുണ്ടായിരുന്നൊരു ചിത്രമായിരുന്നു. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാണ്? പിന്നെ ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹിഞ്ച് ജോയിൻറ്റിൻ്റെ ഒരു മോഡൽ, ഹിഞ്ച് ജോയിൻറ്റ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ത്, ഒരു ആമിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ട് അല്ലേ, എന്നിട്ട് ഇവിടെ ഒരു ഹിഞ്ച് വെച്ചിട്ട് ഒരു കൈയിൻ്റെ ഒരു മാതൃക. പിന്നെയോ ഇനിയിപ്പോൾ പിവോട്ട് ജോയിൻ്റാണ് ചോദിക്കുന്നതെങ്കിലോ നമ്മളെ പൗഡറിൻ്റെ ക്യാൻ എടുക്കുക അല്ലേ, കണ്ടെയ്നർ എടുത്തിട്ട് അങ്ങനെ ചെയ്യുക. ഒരു ഡോളിൻ്റെ കഴുത്ത് വെട്ടിയിട്ടിലത്തേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു സാധനം. പിന്നെ ബോൾ ആൻഡ് സോക്കറ്റാണ് ചോദിച്ചതെങ്കിൽ മാക്സിമം ഫ്രീഡം ഉള്ള സാധനം ചോദിച്ചെങ്കിൽ ഒരു ഐസ്ക്രീം ബോൾ 2 വേണം. ഒന്ന് എന്ത് ചെയ്യണം, ഹാഫായിട്ട് വെട്ടുക കപ്പ് പോലെ. ഒന്ന് എന്ത് ചെയ്യണം, മൊത്തം വേണം. എന്നിട്ട് അതിലകത്തേക്ക് ഇമ്മേഴ്സ് ചെയ്തിട്ട് കുറച്ച് ഒരു മരത്തിൻ്റെ പീസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക്. ഇവിടെ ഒരു വിറ്റാമിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട് അല്ലേ, ഇത് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റിലുണ്ടായിരുന്ന സാധനമാണ്. ഞാനൊരു എക്സ്ട്രാ ഒരു സർക്കിളും കൂടി വരച്ചിട്ടുണ്ട്. എന്തിനാ, ഇവിടെ നമുക്ക് ഡെഫിഷ്യൻസി ഡിസീസുകൾ എഴുതാം. വിറ്റാമിൻ സിൻ്റെ ഡെഫിഷ്യൻസി എന്താണ്, സ്കേവിയാണ് അല്ലേ. അതിൻ്റെ സിംറ്റവും കൂടി എന്ത് ചെയ്യണം, ഇവിടെ ജസ്റ്റ് നമ്മൾ നോക്കി വെക്കുക. പിന്നെ എന്ത് ചെയ്യുക, വിറ്റാമിൻ ബിൻ്റെ കുറവ് ഏതാണ്, മൗത്ത് സോറാണ് അല്ലെങ്കിൽ അൾസറാണ്, മൗത്ത് അൾസറാണ് അല്ലേ. വായപ്പുണ്ണ് എന്നൊക്കെ പറയുന്നത്. വിറ്റാമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വിറ്റാമിനുകളാണെന്ന് പറഞ്ഞു. പിന്നെ വിറ്റാമിൻ എ, എന്താണ് വിറ്റാമിൻ എൻ്റെ കുറവ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ നമ്മളെന്ത് പറഞ്ഞു, വിറ്റാമിൻ ഡിൻ്റെ കുറവ് കൊണ്ട് വരുന്ന രോഗം റിക്കറ്റ്സ്, കണ എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ജസ്റ്റ് നോക്കൂ. വിറ്റാമിൻ എൻ്റെ ഹെൽത്ത് ഹസാർഡ് എന്താണ്, കുറവ് ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നത്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയാം. പിന്നെ ഗമ്മിൽ ഹെൽത്തിന് ആവശ്യമായിട്ട് ഒരാൾ എന്ത് സഫർ ചെയ്യുന്നുണ്ട്, ഒരു രോഗമുണ്ട്, അയാൾക്ക് ഹെൽത്ത് ഓഫ് ഗമ്മുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു രോഗമാണ്. അപ്പോൾ എന്ത് ഡയറ്റിലും ഉൾപ്പെടുത്തേണ്ട ഫുഡായിട്ട്, അപ്പോൾ ആ ഒരു ഗമ്മിന് ഹെൽത്ത് കൊടുക്കുന്ന വിറ്റാമിൻ ഏതാണോ ആ വിറ്റാമിൻ ഉൾപ്പെടുന്ന ഫുഡായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അത് കണ്ടെത്തിയത്. വളരെ കുറവാണ് ഇൻടേക്ക് ഓഫ് ഫാറ്റ് എങ്കിൽ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിറ്റാമിൻസ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2 അല്ലേ. വാട്ടർ സോലുബിൾ വിറ്റാമിൻ ഉണ്ട്, ഫാറ്റ് സോലുബിൾ വിറ്റാമിൻ ഉണ്ട്. ADEK അഡക് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഫാറ്റ് കേടാന്നൊക്കെ പറയുന്ന ഒരു ഷോർട്ട് കട്ട്, പഴയ കാലത്തെ ഉള്ളൊരു സംഭവം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു സെല്ലുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അതിൽ ബ്ലഡിൻ്റെ ഒരു കോമ്പണൻ്റ് ആയിട്ട് വൈറ്റ് ബ്ലഡ് സെൽ എന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളൊരു ഷോർട്ട് കട്ടായിട്ട് എന്ത് ചെയ്യുന്ന WBC വാട്ടർ സോലുബിൾ വിറ്റാമിൻ എന്ന് പറയുന്ന ഒരു ഓർമ്മയിൽ വെക്കുന്ന ഒരു ചെറിയ ന്യൂമാറ്റിക്സ് മെത്തേഡാണ്. വിറ്റാമിൻസ് വാട്ടറിൽ സോലുബിൾ ചെയ്യുന്ന വിറ്റാമിൻ ഏതാണ്, ബിയും സിയും ആണ്. ഇനി ഫാറ്റ് വളരെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ ADEK നമുക്ക് കിട്ടൂല. ഇൻഫാൻസ് എന്തിനാണ് നമ്മൾ മൈൽഡ് സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഡിൻ്റെ കുറവുകൊണ്ടാണ്. അതായത് മഞ്ഞുള്ള കുട്ടികൾ നമ്മൾ ഇൻക്യുബേറ്ററിലൊക്കെ വെക്കും. ഓവർ കുക്കിങ്ങിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പീൽ ഓഫ് ചെയ്തിട്ട് നമ്മൾ വെജിറ്റബിൾസ് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു വിറ്റാമിൻ നഷ്ടപ്പെടും. ഏത് വിറ്റാമിനാണ്? മാത്രമല്ല ലിഡ് മൂടി വെക്കാണ്ട് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അമിതമായിട്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിപ്പോവും, ഈ വിറ്റാമിൻ ബിയും സിയും എന്ത് ചെയ്തു, നഷ്ടപ്പെടും. യെസ്, കഴിഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ 6 ക്ലാസ്സിലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കലിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ വന്ന ടൈമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് പാഠങ്ങൾ കയറി വന്നിട്ടുണ്ട്, ചെറിയ ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ അതുപോലെ ഇപ്രാവശ്യം എന്ത് ചെയ്ത്, ഇപ്പം കഴിഞ്ഞ എക്സാമിന് 5ാം ക്ലാസ്സിന് ഹെൽത്ത് ആൻഡ് ഫിസിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫുഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 40% എന്താണ് എന്ന് കണ്ടെത്താനാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പിരമിഡുമായി ബന്ധപ്പെട്ട് ഫാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അളവിൽ നമുക്ക് കൺസ്യൂം ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്, പിന്നെ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് പ്രോട്ടീന്, പിന്നെ അവസാനം മിനറൽ. അതുപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ല, ഡിക്രീസിങ് ഓർഡറിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മുതൽ ഏറ്റവും കുറവിലേക്ക് പോകുന്ന ഡിക്രീസിങ് ഓർഡറിലേക്ക് എന്ത് ചെയ്യണം, പോകണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും കൂടുതൽ അളവിൽ വേണ്ടത്, പിന്നെ പ്രോട്ടീന്. എന്താണ്, ട്യൂബേഴ്സ് കണ്ടെയ്ൻ സ്റ്റാർച്ച്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അയഡിൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് അല്ലേ. ഡാർക്ക് ബ്ലൂ കളർ പൊട്ടാറ്റോയിൽ, ഡാർക്ക് ബ്ലൂ കളർ പൊട്ടാറ്റോ പോലെയുള്ള അല്ലെങ്കിൽ ടാപ്പിയോക്ക പോലെയുള്ള ട്യൂബേഴ്സിൽ എന്തുണ്ട്, സ്റ്റാർച്ച് ഉണ്ട്, അന്നജുണ്ട്. ഓക്കെ, യെസ്. എന്താണ്, നമ്മുടെ ഹൈജീനിക്കായിട്ട് നമ്മുടെ പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്, നമ്മളെ 2 സമയം എന്ത് ചെയ്യണം, ബ്രഷ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, നെയിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു സാധനങ്ങൾ, അങ്ങനത്തെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഡെയിലി നമ്മൾ കൺസ്യൂം ചെയ്യേണ്ട വാട്ടറിൻ്റെ അളവ് 70% നമ്മുടെ ബോഡി എന്താണ്, വാട്ടറാണ്. എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീനെയും ഹെൽപ്പ് ചെയ്യുന്നത് വാട്ടറാണ്. അപ്പോൾ എത്ര ലിറ്റർ വാട്ടർ വേണോ, അല്ലെങ്കിൽ എത്ര ഗ്ലാസ് വാട്ടർ വേണോ എന്ന് എഴുതിയിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, എന്തൊക്കെയാണ് ഗുഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്ത് ചെയ്യുക, പോയിൻറ്റ്സുകൾ പഠിച്ചു വെക്കുക. യെസ്, നോക്കൂ. ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിൻ്റെ അളവ്, ട്യൂബേഴ്സിൽ സ്റ്റാർച്ച് ഉണ്ട്, കിഴങ്ങ് വർഗ്ഗങ്ങളിൽ അന്നജം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് എവിടെയാണ് നമ്മൾ കാണപ്പെടുന്നത്, ഗ്രെയിൻസിലാണ്, ധാന്യങ്ങളിലാണ്.
പിന്നെയോ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കുറച്ച് മില്ലറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോട്ടീൻ എവിടെയാണ് കാണപ്പെടുന്നത്, പിന്നെ ഫാറ്റിൻ്റെ ആവശ്യം എന്താണ്, ഫാറ്റ് കൂടിയാൽ എന്താണ് പ്രശ്നം, പിന്നെ കൊളസ്ട്രോൾ ഫാറ്റിൻ്റെ വേറൊരു ഫോമാണ് എന്നും ബാഡ് കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമില്ല എന്നും എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി നാരുകൾ അല്ലേ, ഫൈബേഴ്സ് എന്തിന് പിന്നെ ഹെൽപ്പ് ചെയ്യുന്നു, ടു എയ്ഡ് ഡൈജഷൻ എന്ന് പറഞ്ഞു. പിന്നെയോ ഫെസിലിറ്റേറ്റ് ECG-ഫൈക്കേഷൻ എന്ന് പറഞ്ഞു, വേസ്റ്റ് റിമൂവലിനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ലീഫി വെജിറ്റബിൾസ് എവിടെയൊക്കെയാണ് ലീഫി വെജിറ്റബിൾസ്, പിന്നെ ഏതൊക്കെ ഫുഡ് ഐറ്റത്തിൽ നിന്നാണ് നമുക്ക് ലീഫി വെജിറ്റബിൾസ് കിട്ടുന്ന അതിൻ്റെ ഒരു എക്സാമ്പിൾസുകൾ. പിന്നെയോ ആക്സസ് എമൗണ്ട് ഓഫ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ HDL ബാഡ് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മൂന്ന് ഡേഞ്ചേഴ്സ് നമ്മൾ ടെക്സ്റ്റ് പറഞ്ഞു. യെസ്, കണ്ടോ ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിട്ടുള്ളത് അല്ലേ. കാർബോഹൈഡ്രേറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്, യെസ് ഗ്രെയിൻസിലാണ് അല്ലേ. പിന്നെയോ ധാന്യങ്ങളിലാണ്. പ്രോട്ടീൻ എവിടെയാണ് കാണപ്പെടുന്നത്, ഫിഷ് ആൻഡ് മീറ്റിലാണ് അല്ലേ. പിന്നെയോ ഫാറ്റിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്, പിന്നെ മിൽക്ക് പ്രൊഡക്ട്സിൽ നമ്മൾ ഫാറ്റ് കാണുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുക, കറക്റ്റ് എടുക്കുക. പിന്നെയോ റൈറ്റ് ലീഫി വെജിറ്റബിൾസ് താഴെ കൊടുത്തതിൽ നിന്ന് എന്ത് ചെയ്യുക, സ്പിനാച്ച് ഉണ്ട്, പിന്നെ കൊളക്കേഷ്യ സ്റ്റെം ഉണ്ട്, കാബേജ് ഉണ്ട്, പിന്നെ പംകിൻ ലീഫ് ഉണ്ട്. ഓക്കെ. പിന്നെയോ റൈറ്റ് ദ നെയിം ഫോർ ഡിസീസ് കോസ്ഡ് എക്സസ് ഓഫ് HDL അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയാലുള്ള പ്രശ്നങ്ങൾ, ഹാർട്ട് അറ്റാക്ക് വരും, പിന്നെ സ്ട്രോക്ക് വരും, ഹൈ ബ്ലഡ് പ്രഷർ വരും. പിന്നെയും എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ടൈപ്പ് 2 പ്രമേയം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുണ്ട്. നമുക്ക് 3 പോയിൻറ്റ്സ് പഠിച്ചാൽ മതി. യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചോദ്യം ഇതാണ്. മോഡൽ ക്വസ്റ്റ്യനിൽ വന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. യെസ്, ഹെൽത്ത് ആൻഡ് ഫിസിക്കലിൽ വന്ന മോഡൽ ക്വസ്റ്റ്യൻ അതേപോലെ ചോദിച്ചിട്ടുണ്ട് 5ാം ക്ലാസ്സിലെ ഹെൽത്ത് ആൻഡ് ഫിസിക്കലിൻ്റെ അകത്ത്. പിന്നെ അടുത്ത ചോദ്യം ഇതാ, വിറ്റാമിൻ A അല്ലേ, ജീവകം A, പിന്നെ വിറ്റാമിൻ C, വിറ്റാമിൻ D, ഇതെന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പിന്നെ നമ്മൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വിറ്റാമിൻ C സ്കേവിയാണ്, വിറ്റാമിൻ സിൻ്റെ കുറവുകൊണ്ട് വരിക അല്ലേ. പുളിരസമുള്ള പഴവർഗ്ഗങ്ങൾ, അതായത് ലെമൺ അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഗൂസ്ബെറീസ്, ഇതിലൊക്കെ എന്തുണ്ട്, വിറ്റാമിൻ C ഉണ്ട്. അപ്പോൾ വിറ്റാമിൻ സിൻ്റെ വേറൊരു പേര് അസ്കോബിക് ആസിഡ്. ഇത് 7ാം ക്ലാസ്സിലെ ഒരു ടെക്സ്റ്റിൽ നമുക്കൊരു ബോക്സിലൊരു സാധനമുണ്ട്. പിന്നെ വിറ്റാമിൻ Aൻ്റെ കാര്യങ്ങൾ മാച്ച് ചെയ്യുക, വിറ്റാമിൻ ഡീൻ്റെത് മാച്ച് ചെയ്യുക. ഓക്കെ, സൂര്യപ്രകാശമല്ല വിറ്റാമിൻ D. പിന്നെ വിറ്റാമിൻ A ബാക്കിയുണ്ടല്ല, മുട്ടയിലെ മഞ്ഞക്കുരു, ഇലക്കറികൾ. ഇത് കുറച്ചും കൂടി നന്നാവും നമുക്ക് ക്യാരറ്റ് എന്നുള്ളതാണ് ഓക്കെ ആവാം അല്ല. നമ്മൾ ടെക്സ്റ്റ് പഠിച്ചത് മതി, ഇത് ഹെൽത്ത് ആൻഡ് ഫിസിക്കലിൽ നിന്ന് കയറി വന്നതാണ്. യെസ്, ഇവിടെ കണ്ട അന്നജം, മാംസ്യം, കൊഴുപ്പ് എന്നിവ ഏത് തരം പോഷകമാണ്. നമുക്ക് പോഷകം വേണ്ട അളവിനനുസരിച്ചിട്ട് 2ആക്കി തിരിച്ചിട്ടുണ്ട്. പിന്നെ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ അളവിൽ മൈക്രോസ്കോപ്പിൽ നമ്മൾ കണ്ണുകൊണ്ട് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റാത്തല്ല നോക്കുക. പിന്നെയോ മാക്രോ എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ. പിന്നെ അതുപോലെ മലയാളത്തിൽ നമ്മൾ സ്ഥൂല ഘടകങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ആണത്. പിന്നെ ഹെൽത്ത് ആൻഡ് ഫിസിക്കലിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മളെ ബേസിക് സയൻസിൽ പറയുന്നത് സ്ഥൂല പോഷകങ്ങളിൽ പെട്ടതാണ് ആര്, കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും. ഈ ഹെൽത്ത് ആൻഡ് ഫിസിക്കലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ടാവും, ചിലതിൻ്റെ ഉത്തരം ഉണ്ടാവും. എവിടെയാണ് സ്രോതസ്, ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടുക. മെയിനായിട്ട് എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പിന്നെ ട്യൂബേഴ്സ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെയോ വേറൊന്ന് പഠിച്ചത് എന്താണ്, പിന്നെ ഗ്രെയിൻസ് ആണ് അല്ലേ, ധാന്യങ്ങളാണ്. പിന്നെ പ്രോട്ടീൻ മാംസ്യം കിട്ടുന്നത് എവിടെ നിന്നൊക്കെയാണ്, പിന്നെ നമ്മൾ പിന്നെ മീറ്റ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യെസ്, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചോറെടുത്തിട്ട് നമ്മൾ അയഡിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ. അന്നജന്തിലുള്ള ചോറിനുള്ളതുണ്ട്. പിന്നെയോ യെസ്, വെണ്ണയിൽ എന്തുണ്ടാവും, കൊഴുപ്പുണ്ടാവും അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വിറ്റാമിൻസ് കാണപ്പെടുന്നത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിലാണ്. അപ്പോൾ പയർവർഗ്ഗങ്ങളിൽ എന്താണുള്ളത്, പൾസസിൽ എന്താണുള്ളത്, പ്രോട്ടീനാണ് അല്ലേ. യെസ്, നമ്മൾ കോമൺ ആയിട്ട് വരുന്നതൊക്കെ പഠിച്ചാൽ മതി. പ്രോട്ടീനും പറ്റും, വിറ്റാമിനും പറ്റും, അങ്ങനത്തെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എവിടെയും തട്ടിക്കൊടുക്കാൻ പറ്റും. യെസ്, ഫുഡിൻ്റെ അകത്തുള്ള ഫുഡ് ഫോർ ഹെൽത്തിൽ പോഷകഘടകങ്ങൾ ന്യൂട്രിയൻ ഫാക്ടേഴ്സ് ഏതെല്ലാമാണ് നമ്മൾ കുറേ പഠിച്ചില്ലേ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറൽസ് അല്ലേ. ഓക്കെ, ഇനി അതല്ലാത്തതും പക്ഷേങ്കിൽ ശരീരത്തിന് ആവശ്യമായതൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറച്ച് അങ്ങോട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. മാങ്ങയിലാണോ, മാങ്ങ ജ്യൂസിലാണോ ഏറ്റവും കൂടുതൽ ഫൈബേഴ്സ് കാണപ്പെടുന്നത്, വാട്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനിയോ സമീകൃത ആഹാര രീതി അല്ലേ, ബാലൻസ്ഡ് ഡയറ്റ്, എല്ലാ ന്യൂട്രിയൻ്റ് ഫാക്ടേഴ്സും നിശ്ചിത അളവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫുഡ് ഡയറ്റ്. ഒന്നുമില്ല, നിങ്ങൾ ഇവിടെ പോകുന്നുണ്ടാവും ഒരു PM ആയി ബന്ധപ്പെട്ട ഒരു പേരുണ്ടാവും, PM പോഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചിത്രമെല്ലാം എടുത്തിട്ട് ക്യാൻറ്റീനിൽ എന്തുണ്ടാവും, ജൂൺ മാസം, ജൂലൈ മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തെ നൂൺ മീൽ എന്തൊക്കെയാണ്, തിങ്കൾ, ചൊവ്വ, ബുധൻ. അപ്പോൾ ആ ഒരു സാധനം തന്നെ എഴുതി കൊടുത്താൽ എന്ത് ചെയ്ത്, തിങ്കൾ, ചൊവ്വ, ബുധനിൽ ഓരോ ഫുഡ് ഐറ്റവും ന്യൂട്രിയൻസ് ഏകദേശം ഒരു ബാലൻസ്ഡ് ഡയറ്റിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കിട്ടും. നിങ്ങൾ 2 ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത ഓർമ്മ ഉണ്ടോ,
പിന്നെ മുട്ട പിന്നെ തിന്നാൻ താല്പര്യമുണ്ട്, പിന്നെ വേറെ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സൈൻ ചെയ്ത് കൊടുത്തില്ലേ. അപ്പോൾ അതുപോലെ ഒരു സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പാഠഭാഗത്തിൽ, നമ്മളെ നൂൺ മീലിൽ പിന്നെ ഉച്ചഭക്ഷണത്തിൻ്റെ പരിപാടിയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ട സജഷൻ. ഒരു അംഗൻവാടിയിൽ ഒരു കുട്ടി പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അംഗൻവാടിയിലെ ഫുഡ് ഐറ്റം മാറ്റിയിട്ടുണ്ട്, നമ്മളെ സ്കൂളിലെ ഫുഡ് ഐറ്റം എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്രൈഡ് റൈസൊക്കെ ആക്കിയിട്ടുണ്ട് അല്ലേ. യെസ് നോക്കൂ, ഇത് ഇവിടെ ഒരു പിന്നെ റിപ്പോർട്ടാണ്. ഇവിടെ നോക്കൂ, വിറ്റാമിൻ ഡി എന്താണ് കുറവാണ് അല്ലേ. നമ്മളെ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് ഒക്കെ, ദുബൈയിലൊക്കെ പോയ കുട്ടികൾക്ക് എന്തുണ്ടാവും, ഈ കാലിന് ചെറിയൊരു വളവ് പോലെ, അല്ലെങ്കിൽ വിറ്റാമിൻ ഡി വളരെ കുറയും, റിക്കറ്റ്സ് കാണാൻ വരും അല്ലേ. ഇതിവിടെ നോക്കൂ, ഡെഫിഷ്യൻസിയാണ് അല്ലേ. 20 കുറഞ്ഞാൽ അത് അപര്യാപ്തതയാണ്. യെസ് നോക്കൂ, 20 കുറവല്ലേ, 8.7 മാത്രമാണ് എന്തുള്ളൂ, വിറ്റാമിൻ ഡി ഉള്ളൂ. പിന്നെ ഈ TSH എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, യെസ് നമ്മളെ പിന്നെ നെക്കിൻ്റെ പിവോട്ട് ജോയിൻറ്റിൻ്റെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഒരു ആദംസ് ആപ്പിൾ ഉണ്ട് അല്ലേ. ആദംസ് ആപ്പിളിൻ്റെ 2 സൈഡിലുമായിട്ട് ഒരു തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ട്. ആ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ നല്ല ആക്ടിവിറ്റിക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യുന്ന മിനറലിൻ്റെ പേരെന്താണ്, അയഡിനാണ് അല്ലേ. അയഡിൻ എവിടെ നിന്നാണ് കിട്ടുക, കടൽ മത്സ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ തൈറോയിഡ് അത് കുറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം, ഇനി കൂടിയാൽ ഹൈപ്പർ തൈറോയിഡിസം. പക്ഷേ ഇതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അയഡിന് നമ്മൾക്ക് സീ ഫുഡിൽ നിന്ന് കിട്ടും എന്നും, അയഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന രോഗം ഗോയിറ്ററാണ് എന്നും. ഗോയിറ്റർ ഇവിടെ ഇങ്ങനെ തടിച്ചിട്ട് ഒരു മുഴ വരുന്ന പോലെയുള്ളൊരു പരിപാടിയാണ്. ഇനിയിപ്പോൾ ഗോയിറ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പിന്നീട് ആ വീക്കം പിന്നെ ക്യാൻസറൊക്കെ ആകുന്നതിന് നമ്മളത് നീക്കം ചെയ്താളി, ആ ഗ്ലാൻഡ് അടക്കം നീക്കം ചെയ്താളി. പിന്നെ നമ്മളെ ക്ലാസ്സിൽ തന്നെയുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു ഉച്ചഭക്ഷണം കഴിക്കാൻ വളരെ മടിയാണ്. എന്നിട്ട് ഇപ്പോൾ എന്താണ് പിന്നെ സോഡിയം കുറവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള. അപ്പോൾ എല്ലാം ഉൾപ്പെടുന്ന ഒരു ഫുഡ് ആയിട്ടായിരിക്കണം നമ്മളത്. ഒരു സാധനം തന്നെ അമിതമായിട്ടും കഴിക്കുക, എല്ലാം സമീകൃത ആഹാരമായിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം. ഓക്കെ, റെഡി, താങ്ക് യു.